കുരിശടയാളം നെറ്റിയിൽ വരച്ച് ദിവസം ആരംഭിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ എന്ന് പാടുമ്പോൾ ഓരോ ക്രൈസ്തവന്റെയും മനസ്സിൽ അഭിമാനമാണ്. കുരിശിനെ ആയുധമാക്കി തിന്മയെ നേരിടുന്നവരും കുരിശിനു കീഴിൽ എല്ലാം സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നവരുമാണ് നാം ഓരോരുത്തരും. കുരിശിനെ അതിയായി ധ്യാനിച്ച് കർത്താവിന്റെ പീഡകളെ സ്വന്തം ജീവിതത്തിൽ നേരിട്ട് ദർശിച്ച അനേകം വിശുദ്ധർ സഭയിലുണ്ട്. എന്നാൽ ക്രൂശിതനായ കർത്താവിനെ നേരിട്ട് ദർശിച്ച ഒരു സമൂഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷീകരണം നടക്കുന്നത്. കത്തോലിക്കർ മാത്രമല്ല, ലോകം മുഴുവനും ഈ സംഭവം വളരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. മെക്സിക്കോയിലെ ജാലിസ്കോ സംസ്ഥാനത്തിലെ ഒക്കോട്ട്ലാനിൽ നടന്ന ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ജാലിസ്കോ സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ അതിശക്തമായ ഒരു ഭൂമികുലുക്കത്തിന് ശേഷമാണ് ഒക്കാട്ട്ലാനിലെ അത്ഭുതം എന്നറിയപ്പെടുന്ന ഈശോയുടെ പ്രത്യക്ഷീകരണം സംഭവിച്ചത്. 1847 ഒക്ടോബർ 2 ശനിയാഴ്ച മെക്സിക്കോയിലെ ഒക്കോട്ട്ലാൻ പട്ടണപ്രദേശത്ത് ഒരു വലിയ ഭൂകമ്പമുണ്ടായി. നഗരത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുകയും 40 പേർ മരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം 1847 ഒക്ടോബർ 3 ഞായറാഴ്ച പാറോക്കിയിലെ വികാരി ഫാദർ ജൂലിയൻ നവാരോയുടെ നേതൃത്വത്തിൽ ഇമ്മാക്കുലേറ്റ് കൺസംഷൻ ദേവാലയത്തിന്റെ സെമിത്തേരിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പാണ് തടിച്ചുകൂടിയ വിശ്വാസികൾ ആ കാഴ്ച കണ്ടത്. വടക്ക് പടിഞ്ഞാറൻ മാനത്ത് 2 മേഘങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതിൽ യേശുവിന്റെ രൂപം. കർത്താവായ യേശു ആയിരങ്ങൾക്ക് തന്റെ ദർശന ഭാഗ്യം നൽകിക്കൊണ്ട് അരമണിക്കൂറോളം നേരം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. തൊട്ടടുത്ത പട്ടണങ്ങളിലുള്ളവരും ഈ അത്ഭുത കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കർത്താവെ, കരുണ കാണിക്കണമേ എന്ന് കണ്ണുനീർ പൊഴിച്ചുകൊണ്ടുള്ള നിലവിളികൾ മാത്രമായിരുന്നു അവിടെ നിന്നും ഉയർന്നത്. പട്ടണത്തിലെ മേയർ അന്റോണിയോ ജിമെനസ്, ഇടവക വികാരി ഫാദർ ജൂലിയൻ മാർട്ടിൻ ഡെൽ കാമ്പോ അടക്കമുള്ള നേതാക്കളും ആയിരക്കണക്കിന് വിശ്വാസികളും ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു. തങ്ങൾ കണ്ട കാഴ്ചയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുവാൻ സഭാ നേതൃത്വവും വിശ്വാസികളും തീരുമാനിച്ചു. ഈ പ്രത്യക്ഷീകരണത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച 30 പേർ ഒപ്പിട്ട അത്ഭുതത്തെക്കുറിച്ച് വിവരിക്കുന്ന വിശദമായ ഒരു രേഖ പിന്നീട് തയ്യാറാക്കി. ക്രിസ്തുവിന്റെ പ്രത്യക്ഷീകരണ അത്ഭുതം സംഭവിച്ച് അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഗ്വാഡലാജാര അതിരൂപതയിലെ അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന പെഡ്രോലോസ പാർദാവേയുടെ നേതൃത്വത്തിൽ മറ്റൊരു രേഖ തയ്യാറാക്കുകയും 5 വൈദികർ ഉൾപ്പെടെ 30 പേർ അതിൽ ഒപ്പിടുകയും ചെയ്തു. പ്രത്യക്ഷീകരണം നടന്നതിന്റെ സ്മരണാർത്ഥം കരുണയുടെ കർത്താവിനോടുള്ള ആദരസൂചകമായി 1875 പുതിയൊരു ഇടവക ദേവാലയം ഇവിടെ പണി കഴിപ്പിച്ചു. 1911 സെപ്റ്റംബറിൽ ഗ്വാഡലാജാര അതിരൂപതയുടെ അധ്യക്ഷനായ കർദിനാൾ ജോസ് ഡെ ജീസസ് ഓർട്ടിസ് റോഡ്രിഗസ് ആണ് ഈ അത്ഭുതത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക രേഖയിൽ ഒപ്പുവെച്ചത്. ഏതാണ്ട് 2000-ഓളം ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് പകൽ വെളിച്ചത്തിൽ സംഭവിച്ച ഈ അത്ഭുതം ഒരു മായാജാലമോ വ്യാജമോ അല്ല, ഇത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ എന്നാണ് അത്ഭുതത്തെക്കുറിച്ച് കർദിനാൾ കുറിച്ചത്. ഒക്ടോബർ 3 കരുണയുടെ കർത്താവിന്റെ തിരുനാളായി അതിരൂപതയിൽ ആഘോഷിക്കുവാനും അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ 1912 മുതലാണ് കരുണയുടെ കർത്താവിന്റെ തിരുനാൾ അതിരൂപതയിൽ ആഘോഷിക്കുവാൻ തുടങ്ങിയത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 3 വരെ നീളുന്ന 13 ദിവസത്തെ ആഘോഷമായാണ് ഓരോ വർഷവും ഇവിടെ തിരുനാൾ കൊണ്ടാടുന്നത്. 1997 കരുണയുടെ കർത്താവിന്റെ അത്ഭുതത്തിന്റെ 150ാമത് വാർഷികത്തോടനുബന്ധിച്ച് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഒക്കോട്ട്ലാനിലെ ജനങ്ങൾക്ക് തന്റെ അപ്പോസ്തോലിക ആശീർവാദവും ആശംസാ കത്തും അയച്ചിരുന്നു. വിശുദ്ധ കുരിശ് കാണുമ്പോൾ കർത്താവിന്റെ ഈ പ്രത്യക്ഷീകരണം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ. കർത്താവെ, കരുണ കാണിക്കണമേ എന്ന് ഒക്കാട്ട്ലോനിലെ ജനങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ദിനവും നമുക്കും പ്രാർത്ഥിക്കാം.